ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉണ്ടല്ലോ റമദാൻ സ്പെഷ്യൽ ആണ് കേട്ടോ. മട്ടൻ സുക്ക, മട്ടൻ കൊണ്ടുള്ള ഒരു അടിപൊളി കറി. റമദാൻ ഇൻകംപ്ലീറ്റ് അല്ലല്ലോ മട്ടൻ ഇല്ലാണ്ട്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് റമദാൻ സീരീസ് ആയിരിക്കും കേട്ടോ. ഇന്നാലും ഞാൻ ഡ്രിങ്ക്സ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, എല്ലാവരും കണ്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തുടക്കമേ പറയുന്നിട്ടാ. അപ്പൊ നമുക്ക് മട്ടണിലേക്ക് തുടങ്ങാം. ഞാൻ ഇന്ന് ഉപയോഗിച്ചേക്കുന്നത് ഒരു കിലോ മട്ടണും ഇച്ചിരി ഫാറ്റ് കൊഴുപ്പാണ് കേട്ടോ. അപ്പൊ അതും കൂടി വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ എന്നെൻ്റെ കെട്ടിയോൻ പറഞ്ഞു. കാരണം ഞാൻ മട്ടൺ കഴിക്കില്ല, പക്ഷെ എൻ്റെ കെട്ടിയോനും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ മട്ടണിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇച്ചിരി വെള്ളം ഇട്ടിട്ട് നമുക്ക് 5-6 വിസിൽ അങ്ങോട്ട് കൊടുക്കാം. അത് മട്ടന്റെ വേവ് അനുസരിച്ച്, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ ഇതിന്റെ രുചി കൂടുന്നത് എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം ചെറിയുള്ളി, അത് നന്നായി ചതക്കണം. കണ്ടോ, 6 വിസിൽ കഴിഞ്ഞപ്പോ എന്റെ മട്ടൻ നല്ല രീതിയിൽ വെന്തോട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. പാൻ ചൂടാക്കിയതിന് ശേഷം ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. പിന്നെ നമ്മുടെ ഈ ചപ്പും ചവറും ഗരം മസാലാസിലെ പട്ട, ലവംഗം, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം ഇട്ടതിന് ശേഷം ഉണക്കമുളക് ഇതും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പം നമ്മൾ ചതച്ച് വെച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് നന്നായി വഴറ്റാം. നമ്മൾ ഈ പ്രത്യേകിച്ച് നോൺ വെജ് ഉണ്ടാക്കുന്ന കറികളൊക്കെ ഉണ്ടല്ലോ, ഈ സവാളനെക്കാളും നമ്മൾ കുഞ്ഞുള്ളി ഉപയോഗിച്ചാൽ അതിന്റെ രുചി കൂടത്തേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കരിവേപ്പില, പിന്നെ മസാലകൾ വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ. ഇതാ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഇത് റെഡിമെയ്ഡ് പേസ്റ്റ് ഒന്നും വാങ്ങിക്കരുത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് അതും കൂടി പച്ചമണം പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ വെള്ളത്തോടെ തന്നെ അങ്ങോട്ട് ചേർക്കാം. പിന്നെ ബാക്കി എക്സ്ട്രാ വേവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ആയിക്കോളും. ഈ വെള്ളം വച്ചന വരയ്ക്ക് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. തക്കാളി ചേർക്കേ വേണ്ട. എരിവിന് ഇച്ചിരി പച്ചമുളക്, പിന്നെ ഞാൻ മട്ടൻ മസാല ഒന്നും ചേർക്കില്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് എൻ്റെ ഒരു മസാല, ഒരു സ്പെഷ്യൽ പൗഡറാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് കുരുമുളക്, നമ്മുടെ സ്വന്തം പെപ്പർ, കുരുമുളക്, ഇച്ചിരി പെരുംജീരകം, ഇച്ചിരി നല്ല ജീരകം, അത്ര തന്നെ. വെരി സിമ്പിൾ അല്ലേ. ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ദാറ്റ് ഈസ് വാട്ട് മൈ മസാല ഇസ്. അല്ലാണ്ട് കുറെ മട്ടൺ മസാല ചേർത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ജസ്റ്റ് ഡൂ ഇറ്റ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. തക്കാളി ഒന്നും ഇടാണ്ട് ആ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇനിയാണ് കളി. ഇപ്പൊ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. അതായത് റോസ്റ്റ് ചെയ്ത് കളറൊക്കെ ഒന്ന് മാറും കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് എണ്ണ ഒക്കെ പിരിഞ്ഞ് വരണ ആ ഒരു സ്റ്റേജിൽ വരും. പിന്നെ കറിവേപ്പില നമ്മൾ എത്ര ഇട്ടാലും മതിയാവില്ല, രുചി കൂടത്തേ ഉള്ളൂ. അപ്പൊ അതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി വരുമ്പോ കണ്ടാ കളറും മാറി, എണ്ണൊക്കെ പിരിഞ്ഞ കണ്ട. ഓ മൈ ഗാഡ്. പിന്നെ ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി മട്ടൻ സുക്ക റെഡിയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കില്ല എങ്കിലും ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണതിൽ ഒരു പ്രത്യേക ഒരു സുഖമില്ലേ. എനിക്കതുണ്ട് കേട്ടോ. കാരണം ആള് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിത് പരിപ്പ് കറിയോടെയാണ് ഞാൻ സെർവ് ചെയ്യുന്ന അടിപൊളി മട്ടൻ സുക്ക. എല്ലാവരും ട്രൈ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലവ് യു ഓൾ, ബൈ.